വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും വിനീതമായ വന്ദനം. കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ ലഭിച്ചിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിന്ന് കർത്താവിന്റെ വചനത്തിൽ നിന്ന് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വചനം ധ്യാനിക്കാം. യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിൽ തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ അവസരത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനത്തിന് മുൻപിൽ ഇരിപ്പാൻ തന്ന അവസരത്തിനായി സ്തോത്രം. ആരോഗ്യമുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു ദിവസം കൂടെ ദാനമായി തന്നതിനായിട്ട് നന്ദി. അവിടുത്തെ വചനം കേൾക്കാനും ഗ്രഹിക്കാനുമുള്ള ബുദ്ധിയും വിവേകവും ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ഈ വചനത്തെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിന്റെ വചനത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് നാം ധ്യാനത്തിനായിട്ട് എടുത്തത്. കർത്താവിന്റെ മരണത്തിൽ കർത്താവിനോട് ഏറ്റവും അടുത്ത് കിടന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ രണ്ടുപേരും കള്ളന്മാരാണ്, ദുഷ്പ്രവൃത്തിക്കാരാണ് എന്ന് നാം കേട്ടിട്ടുണ്ട്. ഇവരെക്കുറിച്ചുള്ള നമ്മുടെ പൊതുവായ ചില ധാരണകളും ധാരണപ്പിശകുകളുമുണ്ട്. ഇതിൽ ഇടത്തുവശത്തെ കള്ളൻ വളരെ മോശക്കാരനും വലത്തുവശത്തെ കള്ളൻ ഒരു മര്യാദക്കാരനായ കള്ളനാണ് എന്നും ഒരു ധാരണ പൊതുജനത്തിന്റെ ഇടയിലുണ്ട്. ഇതെങ്ങനെ വന്നതാണെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെയോ ആളുകൾ അങ്ങനെ ധരിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളുടെ ധാരണയൊന്ന് തിരുത്താം. വേദപുസ്തകത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഈ വിഷയം മറ്റു പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും മത്തായി എഴുതിയ സുവിശേഷത്തിലും ഈ വിഷയം എഴുതിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്, അവനോടുകൂടെ ക്രൂശിൽ തൂക്കിയിരുന്ന കള്ളന്മാരും അവനെ പരിഹസിച്ചു. അവനോടുകൂടെ ക്രൂശിൽ തൂക്കിയിരുന്ന കള്ളന്മാരും അവനെ പരിഹസിച്ചു. അവർ രണ്ട് കള്ളന്മാരും യേശുവിനെ പരിഹസിച്ചു എന്ന് ബൈബിളിലുണ്ട്. അത് എല്ലാം കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ സത്യം മനസ്സിലാവുകയുള്ളൂ. ഇടത്തുവശത്തെ കള്ളൻ നല്ലവനും വലത്തുവശത്തെ കള്ളൻ ചീത്തയുമാണ് എന്ന ധാരണ തിരുത്തണം. രണ്ടുപേരും കള്ളന്മാരാണ്, രണ്ടുപേരും ദുഷ്ടന്മാരുമാണ്, രണ്ടുപേരും പാപികളുമാണ്, രണ്ടുപേരും നീചന്മാരുമാണ്. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും നടുവിൽ യേശുവിനെ ക്രൂശിച്ചു. ക്രൂശുമരണത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പരിചയമില്ല. റോമൻ ഗവൺമെന്റിന്റെ അതിദാരുണമായ ഒരു ശിക്ഷയാണ് ക്രൂശുമരണം. ക്രൂശിൽ ഒരു മനുഷ്യനെ തൂക്കിയാൽ ഉടനെ മരിക്കുന്നില്ല, അതിവേദനപ്പെട്ട് മണിക്കൂറുകളോളം കിടക്കും. അങ്ങനെ കിടന്ന് 6 മണിക്കൂർ 7 മണിക്കൂറിന് ശേഷം ഈ ക്രൂശിൽ നിന്ന് ഇറക്കി കാലൊടിച്ച് ആളെ വധിക്കുന്നതായിട്ടൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഇങ്ങനെ അതിവേദനപ്പെട്ട് ഈ ക്രൂശിൽ കിടക്കുന്ന ഈ മണിക്കൂറുകളിൽ നടന്ന ഒരു സംഭവമാണ് ഈ കള്ളന്റെ മാനസാന്തരം. ഈ കള്ളന്റെ മാനസാന്തരം അവൻ ഏത് വശത്തെ കള്ളനാണ് എന്ന വിഷയത്തിൽ ബൈബിൾ നമുക്കൊരു ഉറപ്പ് തരുന്നില്ല. വലത്തുവശത്തേതാണോ ഇടത്തുവശത്തേതാണോ എന്ന്
ഈ പുസ്തകത്തിൽ ഇല്ലെന്നുള്ളതാണ് സത്യം. നിങ്ങൾ വേദപുസ്തകത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കുന്നതിന് വിരോധമില്ല. തെറ്റായ ധാരണകൾ എപ്പോഴും തിരുത്തുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഏത് വശത്തെ കള്ളനാണെന്ന് നമുക്കറിയില്ല. ഏതായാലും ഒരു കള്ളൻ കുറേ സമയത്തിന് ശേഷം മാനസാന്തരപ്പെട്ടു. ആദ്യം രണ്ടുപേരും കൂടി യേശുവിനെ ദൂഷിച്ചു. ജീവിതത്തിൽ വളരെ ക്രൂരമായ കൃത്യങ്ങൾ എന്തൊക്കെയോ ചെയ്ത്, കൊലപാതകം, അഴിമതി, കൊള്ള, തീവ്രവാദം, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ചെയ്ത അതിക്രൂരന്മാരായ ആളുകളെ മാത്രമേ ക്രൂശിലേക്ക് വിടുകയുള്ളൂ. അക്കൂട്ടത്തിൽ യേശുമ്പുരാനെയും കൂടെ കൊണ്ടുവന്നു. ഇവര് പരിശുദ്ധനായ യേശു ഇവരുടെ നടുവിൽ ക്രൂശിൽ കിടക്കുന്ന ആ സമയത്ത് അവർ രണ്ടുപേരും യേശുവിനെ കളിയാക്കി. നീ രോഗികളെ സൗഖ്യമാക്കിയവനല്ലേ? നീ പാപികൾക്ക് മാപ്പ് കൊടുത്തവനല്ലേ? നീ കുഷ്ഠരോഗികളെ ശുദ്ധനാക്കിയവനല്ലേ? നീ അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിച്ച് അവനെ പരിഹസിക്കുകയും അവനെ കളിയാക്കുകയൊക്കെ ചെയ്തു. എന്നാൽ പെട്ടെന്ന് ഒരു കള്ളന് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് ഉണ്ടായി. ഇവിടെ തന്നെ നമുക്കൊരു നല്ല ഒരു സന്ദേശം, ഒരു പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും പാപികളാണ്. അതിനകത്ത് ഒരാൾ നല്ലവരും ഒരാൾ ചീത്തയും എന്ന ധാരണ അത് തന്നെ നമ്മുടെ രക്ഷയ്ക്ക് ഒരു തടസ്സമാണ്. വേദപുസ്തകത്തിന്റെ സത്യങ്ങളിലേക്ക് നാം വരണം. അപ്പോഴേ നമുക്ക് കണ്ണു തുറക്കുകയുള്ളൂ. ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ അവനേക്കാൾ നല്ലവൻ, ഇവൻ എന്നേക്കാൾ നല്ലവൻ, അവനേക്കാൾ ഞാൻ നല്ലവൻ, അവൻ വലിയ പാപി, ഞാൻ ചെറിയ പാപി, ഈ ചിന്ത വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു കാലത്തും രക്ഷിക്കപ്പെടാൻ പറ്റൂല. ക്രിസ്തുവിന്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ പാപികളാണെന്നും കുറ്റക്കാരാണെന്നുമുള്ള ഒരു അറിവ്, ഒരു ബോധം, ഒരു പശ്ചാത്താപമാണ് രക്ഷയ്ക്കുള്ള ഒന്നാമത്തെ മാർഗം. രണ്ടുപേരും ഒരുപോലെ പാപികളും ഒരുപോലെ ദുഷ്ടന്മാരും നീചന്മാരുമാണ്. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള വീക്ഷണത്തിലാണ് വ്യത്യാസം. ഇതിൽ ഒരു കള്ളൻ യേശുവിനെ സാധാരണ കണ്ണുകൊണ്ട് കണ്ടു, മറ്റവൻ യേശുവിനെ ആന്തരിക കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞ യേശുവിന്റെ ഉള്ള വ്യക്തിത്വം അവൻ ഗ്രഹിച്ചു. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ വായിക്കുന്നത്, അവർ രണ്ടുപേരും അവനെ നിന്ദിച്ചു. എന്നാൽ കുറെ സമയം കഴിഞ്ഞപ്പോൾ മറ്റവന് വ്യത്യാസം വന്നു. ഇവരെ രണ്ടുപേരെയും നമുക്ക് താരതമ്യം ചെയ്യാം. ഒരുത്തൻ അവനോട്, നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ശാസിച്ചു. അപ്പോ യേശുവിനോട് ഒരു കള്ളൻ പറയുകയാണ്, നീ ദൈവപുത്രനല്ലേ? എന്നാൽ നീ ഒന്ന് ക്രൂശിൽ നിന്ന് ഇറങ്ങിക്കേ, നീ നിന്നെ തന്നെ രക്ഷിക്ക്, അത് കഴിഞ്ഞ് എന്നെ രക്ഷിക്കുക. അപ്പൊ ഇവന്റെ കാഴ്ചപ്പാടിൽ യേശുവിന് രക്ഷയില്ല. യേശു നിസ്സഹായനാണ്. യേശുവിനെ ഇപ്പൊ ആരെങ്കിലും രക്ഷിക്കണം. യേശു കുരിശില് ബന്ധിക്കപ്പെട്ട് കിടക്കുക. അതുകൊണ്ട് നിനക്ക് ശക്തി ഉണ്ട്, നീ രക്ഷകനാണെങ്കിൽ നീ ഇങ്ങനെ കിടക്കുവോ? അതുകൊണ്ട് ആദ്യം നീ നിന്നെ രക്ഷിക്കുക, അതിനുശേഷം എന്നെ രക്ഷിക്കുക. ഇവ പറഞ്ഞത് മാനുഷികമായിട്ടൊരു യുക്തിയാണ്. എന്നാൽ യേശുവിനെ പറ്റി അവൻ അറിയില്ല. യേശു മരിച്ച് 4 ദിവസമായ ലാസറിനെ ഉയർപ്പിച്ചവനാണ്. അലറി വരുന്ന തിരമാലയെ വാക്കുകൊണ്ട് പിടിച്ചു നിർത്തിയവനാ. ചങ്ങലയിലിട്ടിരുന്ന ഭ്രാന്തനെ സൗഖ്യമാക്കിയവനാ. ജന്മനാ കണ്ണില്ലാത്തവനെ സൗഖ്യമാക്കിയവനാ. ഈ യേശുവിനെ ബന്ധിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. പക്ഷെ യേശു സ്വയം പാപിക്ക് വേണ്ടി മരിച്ചതാണ് ക്രൂശിലെ മരണം. അപ്പൊ നീ ശക്തനാണെങ്കിൽ ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ അതൊരു അറിവില്ലായ്മയാണ്. കുരിശെ നിറങ്ങാനാണോ ശക്തി വേണ്ടത്, കുരിശെ കിടക്കാനാണോ ശക്തി വേണ്ടത്? മറ്റുള്ളവർക്ക് വേണ്ടി, പാപിയായ മനുഷ്യന് വേണ്ടി പരിശുദ്ധനായ ദൈവപുത്രൻ യാഗമായി മരിക്കുന്ന ആ മരണമാണ് കുരിശിൽ നിന്ന് ഇറങ്ങുന്നതിനേക്കാളും കട്ടി കൂടിയ പ്രവൃത്തി. അത് ഗ്രഹിക്കാൻ ഇവന് കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങ്, എന്നിട്ട് നിന്നെ രക്ഷിക്കുക, അത് കഴിഞ്ഞ് എന്നെ രക്ഷിക്കുക. അപ്പൊ ക്രിസ്തുവിന്റെ ഉള്ള മഹത്വം അവന് കാണാൻ സാധിച്ചില്ല. അവന് യേശുവിനെ മനസ്സിലാകുന്നില്ല,
യേശുവിന്റെ ക്രൂശ് മരണത്തിന് അർത്ഥം മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ അവന്റെ പ്രശ്നം, അവന് വേണ്ടത് ഈ കുരിശെന്നൊരു രക്ഷയാണ്. മറ്റൊന്നും അവൻ ആവശ്യപ്പെടുന്നില്ല. എനിക്ക് ഈ കുരിശിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പൊ അവന് യേശുവിനോട് ചോദിച്ചത് കുരിശെന്നുള്ള രക്ഷയാണ്. മൂന്നാമത്തെ അവന്റെ പ്രശ്നം, അവന്റെ തെറ്റ് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവനൊരു തെറ്റുകാരനാണെന്നോ അവനൊരു പാപമോചനം വേണമെന്നോ അവനൊരു കുറ്റവാളിയാണെന്നോ അവന് ഇതുവരെ തോന്നിയിട്ടില്ല, അവൻ ഏറ്റു പറഞ്ഞിട്ടില്ല. ഇതാണ് അവന്റെ രക്ഷയ്ക്ക് തടസ്സം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു അവന്റെ തൊട്ടടുത്ത് കിടന്നതാണ്. യേശുക്രിസ്തു അവനോട് ഏറ്റവും സമീപത്ത് വെച്ചാണ് ക്രൂശിക്കപ്പെട്ടത്. യേശുവിന്റെ ക്രൂശ് മരണം ഇത്ര അടുത്ത് കണ്ട വേറെ ഒരാളേ ഉള്ളൂ, അത് അവന്റെ കൂട്ടുകാരനായ മറ്റേ കള്ളനാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോ ഞാനോ യേശു ക്രൂശിൽ മരിക്കുന്നത് നേരിട്ട് കണ്ടിട്ടില്ല. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ അവന്റെ അടുത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല, നിങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവൻ ഉണ്ടായിരുന്നു. എന്നിട്ടും അവൻ രക്ഷപ്പെട്ടില്ല. അപ്പൊ ഇവിടെ ഒരു വലിയ സത്യം വെളിപ്പെടുക, ഈ വചനം കേൾക്കുന്ന എല്ലാവരും രക്ഷപ്പെടണമെന്ന് നിർബന്ധമില്ല. ഇതറിയുകയും കാണുകയും കേൾക്കുകയും അടുത്തിരുന്ന് കാണുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ആളുകൾക്ക് ഇതിന്റെ ഗുണം കിട്ടുന്നില്ല. കാരണം അവർ വെറും ഒരു സാധാരണ കണ്ണുകൊണ്ട് ഇത് കാണുന്നു. അതിന്റെ ഉള്ളിലേക്ക്, അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ശ്രദ്ധിക്കുവാൻ അവർ താല്പര്യപ്പെടാത്തതുകൊണ്ട് അവർക്ക് അതിന്റെ രക്ഷ കിട്ടുന്നില്ല. എന്നാൽ രക്ഷപ്പെട്ട ഈ മനുഷ്യൻ, അവനെ നമുക്ക് പഠിക്കാം. അവന് വന്ന വ്യത്യാസം ഭയങ്കരമാണ്. 40-ാമത്തെ വാക്യത്തിൽ അവന്റെ കൂട്ടുകാരൻ അവനെ ശാസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ശ്രദ്ധിക്കൂ, അവൻ പറഞ്ഞ വാക്ക്, സമശിക്ഷാവിധിയിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? അപ്പൊ ഒരു ദൈവഭയം ഈ കള്ളന്റെ മനസ്സിലുണ്ട്. അടുത്ത പ്രയോഗം, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവിടെ എന്താണ് വെളിപ്പെടുന്നത്? നമുക്ക് കിട്ടിയ ഈ ശിക്ഷ ന്യായമാണ്. ഏതെങ്കിലും ഒരു തടവ് പുള്ളി പറയുമോ ഇതെനിക്ക് ന്യായമായതാണെന്ന്? ഈ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ജീവപര്യന്തം കൊടുത്തു. എന്താ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സുപ്രീം കോടതി പോകുമെന്ന് പറഞ്ഞു. ലോകത്തിൽ ഒരു തടവുകാരനും പറയുന്നില്ല എനിക്കിത് ന്യായമാണ്. 5 വർഷത്തേക്ക് വിധിച്ചവനോ 10 വർഷത്തേക്ക് തടവിലിട്ടവനോ തൂക്കിക്കൊല്ലാൻ വിധിച്ചതായ ഒരു തടവ് പുള്ളിയോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ ഇതിന് അർഹനാണോ? അല്ല, ഞാനിതിന് അർഹനല്ല എന്നേ അയാൾ പറയുള്ളൂ. എന്നാൽ ഈ രക്ഷപ്പെട്ട കള്ളന്റെ വാക്ക് വളരെ ചിന്തനീയമാണ്. അദ്ദേഹം പറയുന്നു, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കുരിശ് ന്യായമാണ്. ഇത് തന്നെ ഗുണം വരാനുള്ള ഒരു ലക്ഷണം. ഈ ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റുകാരനാണ്, ഞാൻ കുറ്റവാളിയാണ്, ഞാൻ പാപിയാണ് എന്ന് സമ്മതിക്കുന്നവനെയാണ് യേശു ശ്രദ്ധിക്കുന്നത്. അവനെയാണ് രക്ഷിക്കാൻ യേശുവിന് കഴിയുള്ളൂ. യേശു സർവശക്തിയുള്ള കർത്താവാണെങ്കിലും എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. തൊട്ടടുത്ത് നിൽക്കുന്നവർ പോലും രക്ഷപ്പെടുന്നില്ല. ഇവിടെ നിങ്ങൾ ഗ്രഹിക്കുമെങ്കിൽ ഗ്രഹിക്കൂ, കർത്താവ് ഇത്ര ശക്തനായിട്ടും അവന്റെ പുസ്തകം ചുമന്നുകൊണ്ട് നടക്കുന്നവർ പോലും ചിലർ രക്ഷപ്പെടുന്നില്ല. അവന്റെ കുരിശ് ചുമന്നുകൊണ്ട് നടക്കുന്നവരും അനേകർ രക്ഷപ്പെടുന്നില്ല. അവന് വേണ്ടി കുരിശ് വരയ്ക്കുന്നവരും പലരും രക്ഷപ്പെടുന്നില്ല. അതിന് തെളിവാണ് ഇതിന് തൊട്ടടുത്ത് നിന്ന് അവൻ രക്ഷപ്പെട്ടില്ല എന്നുള്ളത്. എന്നാൽ ഇവൻ രക്ഷപ്പെടുകയാണ്. കാരണം ഇവന്റെ തെറ്റ് സമ്മതിച്ചു. മാത്രമല്ല അവന്റെ സ്നേഹിതനെയും കൂടെ തിരുത്താൻ ശ്രമിച്ചു. യേശുവിന്റെ സ്നേഹമാണ് മറ്റുള്ളവരോട് സുവിശേഷം പറയുവാനുള്ള ആഗ്രഹം. യേശുവിനെ അറിയുമ്പോൾ മറ്റുള്ളവരെയും കൂടെ യേശുവിലേക്ക് കൊണ്ടുവരണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടാവും. അവന്റെ സ്നേഹിതനെ തിരുത്താൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ സ്നേഹിതനൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. അടുത്തതായിട്ട് നാം കാണുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഈ രക്ഷപ്പെട്ട കള്ളന്റെ കാഴ്ചപ്പാടുകൾ വളരെ വളരെ മനോഹരമാണ്.
ഒന്നാമത് നമുക്കിങ്ങനെ പഠിക്കാം, അവൻ അവനെ തന്നെ കണ്ടു. ഞാൻ ന്യായമായതാണ് പ്രാപിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി. നിങ്ങളുടെ കുടുംബത്തിലെ തകർച്ചയുടെ മുഴുവൻ കുറ്റം നിങ്ങളുടെ ഭാര്യയുടെ തലയിൽ വെക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ തെറ്റിനെ കാണുമ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കും. മനുഷ്യരെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കുറ്റം ചുമത്തി ഒഴിഞ്ഞു മാറുകയാണ്. ഇവളിവിടെ വന്ന് കയറിയ പിന്നെയാണ് ഈ കുടുംബം മുടിഞ്ഞത് എന്ന് പറയുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. മറ്റു ചിലർ മക്കളുടെ തലയിൽ വെക്കും, ഇവൻ ജനിച്ചത് പിന്നെയാണ് ഈ കുഴപ്പം. ഇവിടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? സ്വന്തം തെറ്റുകളെ മറയ്ക്കാനുള്ള ശ്രമം, സ്വയം ന്യായീകരണത്തിന്റെ ആ ഒരു സ്വഭാവമാണ് എല്ലാവരുടെയും അകത്ത് കിടക്കുന്നത്. ഇവനെ കള്ളനെന്ന് വിളിക്കുന്നവരാ വാസ്തവത്തിൽ കള്ളന്മാര്. ഇവനാണ് വാസ്തവത്തിൽ ഡീസന്റ്. അവൻ പറയുക ഞാൻ തെറ്റുകാരനാണ്. രണ്ടാമത്തെ അവന്റെ കാഴ്ചപ്പാട്, യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന് കുരിശെ കിടന്നുകൊണ്ട് അതിപ്രധാനപ്പെട്ട ഒരു ആത്മീക ലെസൺ പഠിച്ചു. യേശു പരിശുദ്ധനാണ്. യേശുവിനെ കുറിച്ചുള്ള ബൈബിൾ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇവൻ വായിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. യേശുവിനെ കുറിച്ചുള്ള വേദപുസ്തകത്തിന്റെ പ്രസ്താവനകൾ ഞാൻ നിങ്ങളോട് പറയാം. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവനിൽ പാപമില്ല. ഈ 3 വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവനിൽ പാപമില്ല. ഈ 3 വാക്കുകൾ ഭൂതം, ഭാവി, വർത്തമാനകാലത്തിൽ ഉൾപ്പെടുത്തി പഠിക്കാവുന്നതാണ്. അവൻ ഭൂതകാലത്തിലും ഭാവി കാലത്തിലും വർത്തമാനകാലത്തിലും പരിശുദ്ധൻ തന്നെ, അവനിൽ പാപമില്ല. മാത്രമല്ല, അവനെ ക്രൂശിക്കുന്ന സമയത്ത് അവനെ ന്യായം വിധിച്ച ന്യായാധിപൻ പറയുന്നു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് എന്ന ജഡ്ജിയുടെ ന്യായാധിപന്റെ ഭാര്യ കത്തെഴുതി, ആ മനുഷ്യൻ നീതിമാൻ, അവന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവനെ ക്രൂശിക്കുന്ന സമയത്ത് നോക്കിക്കൊണ്ടു നിന്ന മഹാപുരോഹിതൻ വിളിച്ചു പറഞ്ഞു, ഇവൻ നീതിമാൻ തന്നെ. ശതാധിപൻ വിളിച്ചു പറഞ്ഞു, അവൻ നീതിമാൻ തന്നെ, അവനിൽ പാപമില്ല. പണ്ഡിതന്മാരും അറിവുള്ളവരും പറയുന്നതിനേക്കാൾ എത്രയോ ശക്തമായ പ്രസ്താവനയാണ് ഈ കള്ളൻ പറഞ്ഞത്. യേശു പാപം ചെയ്യാത്ത പരിശുദ്ധനാണ്. അവൻ രക്ഷപ്പെടാനുള്ള അതിപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവൻ ഈ പറയുന്നത്. ഇത് നമുക്കും ബാധകമാണ് കേട്ടോ. നമ്മൾ എന്തിനാണ് ഈ വചനം കേൾക്കുന്നത്? നമ്മൾ നമ്മുടെ തെറ്റുകളെ കാണുക, മറ്റുള്ളവരെ പഴിചാരൽ ഇന്ന് അവസാനിപ്പിക്കുക, മറ്റുള്ളവരുടെ മേൽ പാപം കെട്ടിച്ചുമത്തി വെക്കുന്ന ആ ദുശ്ശീലം ഇന്ന് നിർത്തിയിട്ട് ഞാനാണ് ഈ തകർച്ചയുടെ ഉത്തരവാദി എന്ന് ഏറ്റുപറയുക. യേശു പരിശുദ്ധനാണെന്ന് മനസ്സിലാക്കുക. ഇവൻ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, അവൻ യേശുവിനോട് സംസാരിച്ചു. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പിന്നെ അവൻ, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനോട് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ കാര്യം പറയാം. നിങ്ങളുടെ കാര്യം എത്ര ഗൗരവമുള്ളതാണെങ്കിലും, അതെത്ര ചീഞ്ഞതാണെങ്കിലും, അതെത്ര വൃത്തികെട്ടതാണെങ്കിലും തുറന്നു പറയാവുന്ന ഒരൊറ്റയാളാണ് ദൈവപുത്രനായ യേശു എന്ന് ഞാൻ അനുഭവത്തോടെ നിങ്ങളോട് പറയാം. ഭൂമിയിൽ ആരും നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിച്ചു തരത്തില്ല. ഒരു വീഴ്ച പറ്റിയവനെ ആരും താങ്ങൂല. പക്ഷെ തെറ്റുപറ്റിയവനോടാണ് കർത്താവിന് സ്നേഹം. ഞാൻ കുരിശുമരണത്തിന് അർഹനാണെന്ന് ഇവൻ പറഞ്ഞിട്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. ഉടനെ യേശു, നീ ഇത്രയും വലിയ കുഴപ്പമൊക്കെ കാണിച്ചവനല്ലേടാ, നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് യേശു പറഞ്ഞില്ല. യേശുവിനെ അവൻ നേരിട്ട് വിളിച്ചു, യേശുവിനെ സഹായിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകളെ ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വിജയമാണ്. യേശുവിന്റെ പരിശുദ്ധിയെ ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ അത് രണ്ടാമത്തെ ഘട്ടമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്ക് അവനോട് സംസാരിക്കാം. നിങ്ങൾക്കും അവനും ഇടയിൽ ഒരു മധ്യസ്ഥം വേണ്ട. നിങ്ങളുടെ പാപം എത്ര വലുതാണെങ്കിലും വേണ്ട. നിങ്ങൾ സത്യസന്ധമായി ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, ഈ മനുഷ്യനേക്കാൾ പാപിയാണോ നിങ്ങൾ? ഈ മനുഷ്യനേക്കാൾ ദോഷിയാണോ മാതാവേ നിങ്ങൾ? എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ മറ്റൊരു മധ്യസ്ഥനെ പിടിക്കുന്നത്? ഇത്രയും വൃത്തികെട്ടവന് യേശുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾ യേശുവിനെ വിളിക്കൂ. മധ്യസ്ഥന്മാരെ വിളി നിർത്തൂ, യേശുവിനെ വിളിക്കൂ. ഇന്ന് തന്നെ മറുപടി ലഭിക്കും.
മറ്റേ മറുപടി കിട്ടില്ല. അത് വലിയ ചുറ്റിക്കറക്കലാണ്. ആയുസ് മുഴുവൻ വിളിച്ച് നിങ്ങളുടെ ജീവൻ പാഴാക്കി കളയരുതേ. യേശുവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഈ കള്ളൻ, അവൻ എത്ര ബുദ്ധിമാനാണ്. ഈ 3 അതിപ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇവനിൽ നിങ്ങൾ കാണുന്നു. ഇവൻ യേശുവിനോട് പറയുന്ന പ്രാർത്ഥനയിലെ ഒരു ക്വാളിറ്റി കൂടെ ഞാൻ പറയാം. അതാണ് 4ാമത്തെ കാര്യം. അതിതാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. എന്താണ് അതിനകത്ത് പ്രത്യേകത? ഇവന്റെ കൂട്ടുകാരന്റെ പ്രാർത്ഥന ഇവന്റെ പ്രാർത്ഥനയായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. ഇവന്റെ കൂട്ടുകാരൻ പ്രാർത്ഥിച്ചത്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കുരിശെ എന്നെ ഒന്ന് ഇറക്ക. എന്നാൽ ദൈവപുത്രനെ മനസ്സിലാക്കിയ ഇവൻ പറയുന്നു, എന്നെ കുരിശെ നിറക്കണ്ട, കാരണം ഞാൻ ഇതിന് അർഹനാ, ഞാനിവിടെ മരിച്ചോളാം. പക്ഷെ മരണം കൊണ്ട് ജീവിതം തീരുന്നില്ല. മരണാനന്തര ജീവിതത്തിൽ യേശുവേ നീ എന്നെ ഓർക്കണമേ. ഇതാ ഗുഡ് ന്യൂസ്, ഇതാ സുവിശേഷം. ഇത് പറയാനാണ് നിങ്ങളെ വിളിച്ചത്. ഇത് ഗ്രഹിക്കാതെ നിങ്ങൾ പോകരുത്. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് കള്ളന് പിടികിട്ടി. മാന്യന്മാരായ നമുക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. അതുകൊണ്ടല്ലേ നമ്മൾ വീടിനോട് വീട് കൂട്ടി, കാറിനോട് കാറ് കൂട്ടി, കാശിനോട് കാശ് കൂട്ടി, പലിശ കൂട്ടി, എങ്ങനെയെങ്കിലും ലോകത്തിൽ ധനവാനാകാൻ ശ്രമിക്കുക. അതിന്റെ അർത്ഥം എന്താ? ഇതിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്ന് ഇന്ന് വരെ താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന വഴിയിൽ പെട്ടെന്നൊരു അപകടം സംഭവിക്കും, ഇവിടുന്ന് പോകും. ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ആത്മാക്കൾ നിത്യതയോട് അടുക്കുകയാണ്. മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ അറിവ് ഈ കള്ളന് കിട്ടി. അതുകൊണ്ട് അവന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു വലിയ മഹത്വമുണ്ട്. എന്നെ ഇപ്പോ രക്ഷിക്കേണ്ട, എന്നെ അന്ന് രക്ഷിച്ചാൽ മതി. അഥവാ ആത്മാവിന്റെ രക്ഷ എനിക്ക് വേണ്ടത്. എനിക്ക് നിങ്ങളോട് അതിപ്രധാനപ്പെട്ട ഒരു സന്ദേശം പറയാനുണ്ട്. ആത്മരക്ഷയാ വലുത്. രോഗശാന്തിയോ ഭൗതിക വിടുതലോ ഒന്നും അല്ല വലുത് കേട്ടോ. സുവിശേഷ യോഗങ്ങളിൽ നിങ്ങൾ ഇതാണ് പ്രാപിക്കേണ്ടത്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിർത്തിയപ്പോൾ യേശുവിന് കൊടുത്ത മറുപടി എത്ര ശ്രേഷ്ഠമാണെന്നാണ്. യേശുവിനോട് പറഞ്ഞ മറുപടി, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഞാൻ ഈ സന്ദേശത്തിനകത്ത് യേശുവിന്റെ മറുപടിക്കകത്ത് നിന്ന് 5 കാര്യം കാണിക്കാം. 1, ഇന്ന് എന്ന വാക്ക്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്നിവൻ പറഞ്ഞത് ഭാവിയിലെ കാര്യമാണ്. എന്നാൽ യേശു പറഞ്ഞു, അന്നല്ല ഓർക്കുന്നത്, ഇന്ന് തന്നെ ഓർത്തേക്കാം. ചോദിക്കുന്നതിലും നിനക്കിതിലും അത്യന്തപരമായിട്ട് ചെയ്യുന്നവനാ നമ്മുടെ കർത്താവായ യേശു. മാത്രമല്ല ഒരു വലിയ സത്യം അതിനകത്ത് കിടപ്പുണ്ട്. രക്ഷ നാളെയല്ല, ഇന്ന. ഇന്നലെയല്ല, ഇന്ന. ഇപ്പോഴാ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാ രക്ഷ. ഇപ്പോൾ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം. നാളേക്ക് മാറ്റണ്ട. ഇന്ന് യേശുവിനെ വിളിക്കുക, ഇന്ന് രക്ഷ പ്രാപിക്കുക. ഇന്ന് യേശുവിന്റെ വാക്കിലെ 2ാമത്തേത് നീ. നിങ്ങളല്ല, നീ. രക്ഷ വ്യക്തിപരമാണ്. 3ാമത്തെ വാക്ക് എന്നോട് കൂടെ. രക്ഷ യേശുവിനോട് കൂടെയാ, സഭയോട് കൂടെയല്ല, സംഘടനയോട് കൂടെയല്ല, സമുദായത്തോടു കൂടെയല്ല. രക്ഷ ക്രിസ്തുവിനോട് കൂടിയാ. അതെ, ക്രിസ്തുവുമായുള്ള ബന്ധമാണ് ക്രിസ്തീയ ജീവിതം. 3ാമത്തെ പ്രയോഗം പർദീസയിൽ ഇരിക്കും. പർദീസയിലിരിക്കും, പർദീസയിലിരിക്കും. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. എന്തൊരു മനോഹരം അല്ലേ! യേശു നൽകുന്ന വാക്ക് എത്ര ഭയങ്കരമാണ്. നാളെ ഞാൻ നിന്റെ കാര്യം പരിഗണിക്കാം, നിനക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ നോക്കാം, നീ ഇത്രയും കുഴപ്പം ചെയ്തവനല്ലേ, ഒന്നുകൂടി എന്നെ വിളിക്കുക. അങ്ങനെയൊന്നുമല്ല. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന 5ാമത്തെ വാക്കിതാണ്, സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ 100% ഉറപ്പാണ്. അതിനകത്തൊരു സംശയത്തിന് ഇടയിട്ടിട്ടില്ല. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. അതെ, ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ ഉറപ്പാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ സന്ദേശം അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. 2 കള്ളന്മാർ യേശുവിനോടുകൂടെ ക്രൂശിലേക്ക് വന്നു. ഈ 2 കള്ളന്മാർ
ഒരുമിച്ച് ജീവിച്ച്, ഒരുമിച്ച് കളിച്ച്, ഒരുമിച്ച് ഉഴപ്പി, ഒരുമിച്ച് പോലീസ് പിടിച്ച്, ഒരുമിച്ച് കോടതി കൊണ്ടുപോയി, ഒരുമിച്ച് തൂക്കാൻ വിധിച്ചു, ഒരുമിച്ച് തൂക്കി. ഇതിനു മുമ്പ് അവർ യേശുവിനെ കണ്ടിട്ടില്ല. പക്ഷേ തൂക്കുമരത്തിൽ വെച്ച് യേശുവിനെ കണ്ടു. ഇന്ന് വരെ ഒരുമിച്ച് ഒരുപോലെ ചിന്തിച്ച് ഒരുപോലെ ജീവിച്ച ഇവരുടെ ചിന്തയിൽ മാറ്റം വന്നു യേശു വന്നത്. നോക്കൂ, മരണസമയത്ത് അവർ രണ്ടും രണ്ട് റൂട്ടിലേക്ക് പോയി. ഒരു കള്ളൻ നിത്യനാശത്തിലേക്ക് പോയി, ഒരു കള്ളൻ യേശുവിനോടുകൂടെ പർദീസയിലേക്ക് പോയി. ഈ സമൂഹത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ച ആളാണെങ്കിലും യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയും. പക്ഷെ അവൻ്റെ സ്നേഹിതനെ നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, സാധിച്ചില്ല. ഒടുവിൽ അവൻ സ്നേഹിതനെ വിട്ടു. നല്ല സ്നേഹിതനായ യേശുവിനെ സ്വീകരിച്ചു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടിയുള്ള നിത്യരക്ഷ പ്രാപിക്കുവാൻ ഇത് നല്ല അവസരമാണ്. ഒടുവിലായിട്ട് ഞാൻ ഒരു പൊതുവായ പാഠവും കൂടെ അതിൽ നിന്ന് പറയാം. ഏറ്റവും വലിയ പാപിക്ക് പോലും ക്രൂശിൽ വെച്ച് യേശു രക്ഷ കൊടുക്കുന്നു. അതിനാൽ യേശുവിനെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു പാപിയുമില്ല. അതിന്റെ മറുവശം, യേശുവിന്റെ ഏറ്റവും ബലഹീന നിമിഷത്തിൽ പോലും ഏറ്റവും വലിയ പാപിയെ രക്ഷിക്കാൻ അവന് കഴിഞ്ഞു. നിങ്ങൾക്ക് അത് മനസ്സിലായോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുന്നു. യേശുവിന്റെ ഏറ്റവും ബലഹീന നിമിഷം, അതായത് രണ്ട് കൈയിലും ആണി, രണ്ട് കാലിലും ആണി അടിച്ച് കിടക്കുന്ന അതിവേദനയുടെ നിമിഷത്തിൽ പോലും ഏറ്റവും വലിയ പാപിയെ രക്ഷിക്കാൻ അവന് കഴിഞ്ഞെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന യേശുവിനെ ഇന്ന് നിങ്ങളെ രക്ഷിക്കാൻ എത്ര അധികം സാധിക്കും. മൂന്നാമത്തെ പാഠം, കുരിശിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കരയുന്ന യേശു, നിസ്സഹായനായ യേശു, തോളിലേക്ക് തലചായ്ച്ച് കിടക്കുന്ന യേശു നിസ്സഹായനാണെന്ന് തോന്നണ്ട. അപ്പോഴും അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. കുരിശിൽ കിടക്കുമ്പോഴും നിലവിളിക്കുന്ന ഒരു പാപിയുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്ന യേശു ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് എത്രയധികം ഉത്തരം തരും. എത്ര മനോഹരമായ സന്ദേശം. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഈ വചനം തന്നതിനായിട്ട് സ്തോത്രം. അവിടുത്തെ വചനം ജീവിതത്തിൽ അനുഭവമാക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമേ. യേശു കുരിശിൽ ഒരു ബലഹീനെ പോലെ കിടന്നപ്പോഴും ഏറ്റവും വലിയ പാപിയെ രക്ഷിച്ചെങ്കിൽ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുമ്പോൾ ഞങ്ങളെ രക്ഷിപ്പാൻ നീ എത്ര ശക്തനാണ്. ഏറ്റവും നിസ്സഹായനായി കിടക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഇന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ അന്ന് എത്ര ശക്തനാണ്. കർത്താവിനെ അറിയുവാൻ, ഞങ്ങളുടെ പോരായ്മകൾ അറിയുവാൻ, കർത്താവിനോട് തുറന്ന് സംസാരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം.